സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തം, എല്ലാ അമ്മമാരും എല്ലാ ചേട്ടന്മാരും എല്ലാ അനുജന്മാരും അനിയത്തിമാരും എല്ലാം കാത്തിരിക്കുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിനായിട്ട് എത്രയോ ആളുകളാണ്, ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നതെന്നറിയാമോ? ആ വ്യക്തിയുടെ പേരാണ് വേടൻ. ആ വേടൻ ഹിരൺദാസ് മുരളി എന്ന പേരിലുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി വേടൻ എന്ന് വിളിക്കുന്ന വ്യക്തി. ആ വ്യക്തിയുടെ തിരിച്ചുവരവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം നാളുകളൊന്നും പോവില്ല. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് വേടൻ്റെ പരിപാടി ഈ പറയുന്ന സെപ്റ്റംബർ 8-ാം തീയതി നടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വേടനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ഇരകളെന്ന് പറയപ്പെടുന്ന, അതെ ഇവർ തന്നെയാണ് സ്വയമേ പറയുകയാണ് ഞാൻ ഇരയാണെന്നുള്ളത് കേട്ടോ. അല്ലാതെ നമ്മളാരും ഇവരുടെ ഇവരെ പറ്റി നമ്മളാരും ചിന്തിച്ചില്ല, അയ്യോ പാവ ഇരകളാണല്ലോ, അതിജീവിതകളാണല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ പരാതി കൊടുത്ത ആളുകൾ സ്വയമേ ഇരകളെന്ന് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വയമേ അതിജീവിതകളെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിനാണ് പരാതി എന്നിരിക്കുന്നത്. കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് പരാതി എന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് കൊടുത്തൊരു അഭിമുഖത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വേടൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. അതിൽ $US ആണ് കൂടുതലും വന്നിരിക്കുന്ന. ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്, $US നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് വേടൻ. അപ്പോൾ വേടന് പല രീതിയിലുള്ള പണമിടപാടുകൾ വേടൻ്റെ അക്കൗണ്ട് ത്രൂ നടക്കാം, അതിൽ വേറെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പരാതിക്കാരികളെ പറ്റി ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നൊരു മറുപടിയുണ്ട്. അതിൽ പറയുന്നത്, ഈ പറയുന്ന പരാതിക്കാരികൾ അല്ലെങ്കിൽ മൊഴി തന്നിരിക്കുന്ന ആളുകളുടെ പരാതി എന്ന് പറയുന്നത് നമുക്ക് മെയിൽ ID വഴിയാണ് റിസീവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ പരാതിയിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് മൊഴി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരകളെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അതിജീവിതകളെന്ന് പറയപ്പെടുന്ന ആ ഒരു ആളുകളുടെ ഭാഗത്ത് നിന്ന് യാതൊരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന വേടനെതിരെ പരാതി അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനത്തിലെത്താതിരിക്കുന്നതും വേടനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് വേടനെതിരെ പരാതി കൊടുത്തത്? എന്തായിരുന്നു ആ പരാതിയിലെ ഉള്ളടക്കം? അല്ലെങ്കിൽ എന്തായിരുന്നു ആ പരാതിയുടെ കഴമ്പ്? അതുമല്ലെങ്കിൽ എന്തായിരുന്നു ആ പരാതിയുടെ ഉദ്ദേശം എന്നുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ആ പരാതി എന്ന് പറയുന്നത് സംഘിക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരാതിയായിരുന്നു. അല്ലെങ്കിൽ ആ സംഘിക്കുട്ടന്മാർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് വന്നൊരു പരാതിയായിരുന്നു. ആ പരാതിയിൽ കാര്യമായിട്ടുള്ള കഴമ്പുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേടൻ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ എന്തായിരുന്നു ആ പരാതിയുമായിട്ട് വന്ന ആളുകളുടെ ലക്ഷ്യം? ആ ആളുകൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പണം തട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. വേടൻ പറഞ്ഞതുപോലെ തന്നെ വേടൻ്റെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേടൻ്റെ ഇമേജ്, അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ മുന്നിൽ നിർത്തി കളിച്ചതാരാണ്? അത് സംഘിമിത്രങ്ങളും സംഘിമിത്രണികളും ഒക്കെയാണ് ഇവരെ മുന്നിൽ നിർത്തി കളിച്ചതെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം ശശികലയുടെയും അതേപോലെ നെന്നാർ മധുവിൻ്റെയൊക്കെ പ്രസ്താവനകളിൽ കൂടി അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇതിലേറ്റവും കൂടുതൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉയർന്നു വരുന്നതിലും, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നതിലുമൊക്കെ വിമുഖതയുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പേ ഇളകിയിരുന്ന ആളുകൾ RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപനായിട്ടുള്ള NR മധുവിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ശശികലയെ പോലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണല്ലോ ഈ ശശികല എന്ന് പറയുന്ന വ്യക്തി. ഈ ശശികലയെ പോലെയുള്ള, അതേപോലെ തന്നെ ഈ പറയുന്ന സിൻഡിക്കേറ്റിലിരിക്കുന്ന ആളുകളെ പോലെയുള്ള, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾക്കാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി വളർന്നു വരുന്നതിലും, അല്ലെങ്കിൽ വേടൻ പരിപാടികൾ ചെയ്യുന്നതിലും, അല്ലെങ്കിൽ വേടൻ പ്രതികരിക്കുന്നതിലും ഒക്കെ വിമുഖതയുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പേ ഇളകുന്നത്. അപ്പോൾ ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അതായത് തന്നിരിക്കുന്ന പരാതികളിലൊന്നും ഒരു വ്യക്തതയില്ല. ഞങ്ങൾക്കത് കൂടുതലായിട്ട് അന്വേഷിച്ച് അത് വ്യക്തത വരുത്തിയെങ്കിൽ മാത്രമേ വേടനെതിരെ പരാതി എടുക്കാൻ പറ്റുകയുള്ളൂ. അതുവരെയും വേടൻ സംശയത്തിൻ്റെ നിഴലിൽ മാത്രമാണ്. അല്ലാതെ വേടൻ ഒരു കുറ്റവാളിയാണെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നില്ല. കോടതിയുടെ ഭാഗത്തു നിന്ന് കോടതിയും പറയുന്നില്ല. കോടതി ചോദിച്ചത് എന്താണ്? പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചതിന് ശേഷം ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണോ പീഡനം? അല്ലെങ്കിൽ അതാണോ ബലാത്സംഗത്തിൻ്റെ ഒരു ഉറവിടം? അല്ലെങ്കിൽ അതാണോ ബലാത്സംഗം എന്ന് പറയുന്നൊരു സാധനം? ഒരിക്കലും അതൊരു ബലാത്സംഗമല്ല എന്നുള്ളത് കോടതി എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ വേടൻ്റെ വക്കീൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇന്ന് റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത് എന്നുള്ള വാർത്ത നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുശേഷമാണ് തുടർ നടപടി സാധ്യമാകുകയുള്ളൂ. വേടനെതിരായ രണ്ടാമത്തെ കേസിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആ കേസിൽ നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ടത്. അതിനകത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 23 ബാങ്ക് അക്കൗണ്ടുകൾ വഴി 96 ട്രാൻസാക്ഷൻസിലാണ് ഈ 25 കോടി നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അടുത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ആ ഭാഗം കൂടെ നമ്മൾ അന്വേഷിക്കും. ബാക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അനലൈസ് ചെയ്യുക, മറ്റ് ആവശ്യമുള്ള നടപടി എടുക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. അതിനകത്ത് അവരുടെ റെസ്പോൺസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സിറ്റിയിൽ കിട്ടിയത് അത് മാത്രം. പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ, ഇത് പെറ്റിഷൻ വന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈൻ പെറ്റിഷൻ വരുമ്പോൾ നമ്മൾ പരാതിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യമുണ്ട്. സർ, ഇന്നലെ ഒരു SIയെ കൈക്കൂലി കേസിൽ പിടിച്ചിട്ടുണ്ട് മരട് സ്റ്റേഷനിൽ. എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ മുറയ്ക്ക് നമ്മൾ വകുപ്പ് തല നടപടിയെടുക്കും. കണ്ടില്ലേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേടനെതിരെ പരാതി വന്നിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ആളുകളുമായിട്ടുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പരാതിയിൽ എന്തെങ്കിലും ഒരു തുടർ നടപടി എടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. ആ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലും അറിയാം ഇതൊരു കള്ളക്കേസാണെന്നുള്ളത്. അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് വേടനെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞു വേടനെതിരെ പരാതി എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന യുവതികൾ തന്നിരിക്കുന്ന ഒരു പരാതിയിലില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേടൻ നിരപരാധിയാണ് എന്നുള്ളത് തെളിയുക അല്ലേ? വേടൻ നിരപരാധിയാണെന്നുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കോടതി കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന യുവതികളും അതായത് ഇരകളെന്ന് പറയുന്ന യുവതികളുടെ അടുത്തും അതേപോലെ തന്നെ ഇരകളുടെ അഭിഭാഷകരുടെ അടുത്തും അതിരൂക്ഷമായി തന്നെയാണ് മറുപടി കൊടുത്തത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് ഒരു വിമുഖത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, വിള്ളൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പരാതി തരുന്നതാണോ ഈ പറയുന്ന ബലാത്സംഗം? അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ അതിനെ ബലാത്സംഗം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് കോടതി ചോദിച്ചു. അതിന് കൊടുക്കാൻ കൃത്യമായുള്ളൊരു മറുപടി ഇല്ലാതെ പോയതാണ് ഈ പറയുന്ന അഭിഭാഷകയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇര എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കും പറ്റിപ്പോയ അമളി എന്ന് പറയുന്നത്. ഇവരെ മുന്നിൽ നിർത്തി കളിച്ച ആളുകൾ വിചാരിച്ചത് കേരളത്തിലുള്ള പോലീസ് അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് കൂടുതൽ ഈ പറയുന്ന സുരക്ഷ കൊടുക്കണം എന്നുള്ളൊരു മുദ്രാവാക്യമാണല്ലോ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നിലേക്ക് വെക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർ ഈ പറയുന്ന ഇരകളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചു കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു മെയിൽ വഴി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, മുഖമില്ലാത്തൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുത്തുകൊണ്ട് ആ പരാതി ആർക്ക് മേലാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ പിടിച്ച് ലോക്കപ്പിലിടും, അവൻ്റെ ഈ ഭാവി കളയാൻ പറ്റും, അവനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് ഈ സംഘിക്കുട്ടന്മാർക്ക് പറ്റിയ അമളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ മുന്നിൽ നിർത്തി കളിച്ചപ്പോൾ സംഘികൾ അറിഞ്ഞില്ല ഇവിടുത്തെ ഒരു പരാതി അല്ലെങ്കിൽ ഇവിടുത്തെ കോടതി ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പോലീസിൽ അല്ലെങ്കിൽ നമ്മുടെ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിക്ക് നട്ടലുണ്ടെന്നുള്ളൊരു കാര്യമാർക്ക് മനസ്സിലായില്ല. എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഒരു കുട പിടിച്ചുകൊണ്ട് മുന്നിൽ നിർത്താനായിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഒരു വജ്രായുധം എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ തന്നെയാണ്. അതേ സ്ത്രീകളെ തന്നെയാണ് വേടനെ ഒതുക്കാനും കണ്ടുപിടിച്ചത്. ഇതേ സ്ത്രീകളെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനും കണ്ടുപിടിച്ചത്. എന്നിട്ട് ഇപ്പോൾ എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വന്ന അവന്തിക എവിടെ പോയി? വാലും ചുരുട്ടി പോയി. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന യുവനടി എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടി എവിടെ? അതും ഒരു പരിപാടി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗത്യന്തരമില്ലാതെ ഓടി നടക്കുകയാണ്. അതിനിപ്പോൾ ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് യുവനടി അല്ലെങ്കിൽ ആങ്കർ എന്നൊക്കെ സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഹണി റോസിനെയൊക്കെ പോലെ ഇങ്ങനെ ഞാനൊരു വിദ്വേഷ പരാമർശം നടത്തുന്നത്, പക്ഷേ ഒരു സത്യാവസ്ഥ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദർശനം നടത്തിക്കൊണ്ട് സ്വയമേ അങ്ങ് നടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പുള്ളിക്കാരിക്ക് എന്തായിരുന്നു ആവശ്യം? ഒരു ചീപ്പ് പബ്ലിസിറ്റി. ആ ചീപ്പ് പബ്ലിസിറ്റി കിട്ടി. അല്ലാതെ ഈ പറയുന്ന പരാതിയിൽ ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ പോലും വാല്യൂ ഇല്ലാത്തൊരു പരാതിയാണ്. നമുക്ക് അവരുടെ മുഖം കാണുമ്പോഴും അവരുടെ മാനരസം കാണുമ്പോഴും അവരുടെ പരിപാടികൾ കാണുമ്പോഴും അറിയാം വേടനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് എവിടെയാണ് മുഖമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഈ പറയുന്ന മുഖം കാണിച്ചുകൊണ്ട് പരാതി കൊടുത്ത ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനും മാത്രം ഈ പറയുന്ന വേടൻ ഫോഴ്സ്ഫുള്ളി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിച്ച ആളുകളൊന്നുമല്ല ഈരകളെന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം വേടനെ വിളിച്ച് റൂമിൽ കയറ്റി വേടനൊപ്പം ശരീരം പങ്കിട്ടിട്ട് പിന്നീട് മുഖം കാണിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പറയുന്നത് സത്യമാണെന്ന് സ്വയമേ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. മുഖം കാണിക്കും അല്ലെങ്കിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യും. എന്തുകൊണ്ട് ഇവർ റിവീൽ ചെയ്യുന്നില്ല? പറയുന്ന കാര്യത്തിൽ ഒരു സത്യമില്ല. ഇതിന് ഇവർ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരകളുടെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരകളുടെ ഒരു മേൽവിലാസം ഈ പറയുന്ന റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വേടനെ അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ചെറ്റകളുണ്ട്. ഇവരെല്ലാം കൂടി ഇവരെ കയറി അങ്ങ് മെയ്യോ അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഭാവി ഇല്ലാതാക്കും അല്ലെങ്കിൽ ഇവരെ അങ്ങ് നശിപ്പിച്ചുള്ള ഇവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമെന്നാണ്. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഉള്ള കാര്യമാണെങ്കിൽ ഉള്ളതുപോലെ എല്ലാവരും കണ്ട് ബിഹേവ് ചെയ്യും. അതായത് കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറയാനുള്ള കഴിവ്
കഴിവുള്ള ആളുകൾ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ആർക്കും വേണ്ടിയിട്ട് PR വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അതും മുടിയുടെ പുറവശം കാണിച്ചുകൊണ്ടും പുറം കാണിച്ചുകൊണ്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്. ആ വേടനെ നിങ്ങൾ കാണിച്ചപ്പോൾ എന്താ കാണിച്ചത്? വേടൻ്റെ മുഖവും വേടൻ്റെ ഫാമിലിയും എല്ലാം നിങ്ങളെടുത്ത് മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് ആ വ്യക്തിയെ ക്രൂരനായിട്ടും അല്ലെങ്കിൽ ആ വ്യക്തി സ്വന്തം അമ്മയോട് വരെ ഈ പറയുന്ന കാമമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു. എന്ത് സുഖമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്? അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഇരകൾക്കെതിരെ എന്താണ് പോലീസ് എടുത്തിട്ടുള്ള നടപടി? ഇപ്പോൾ വേടനെതിരെ ഒരു പരാതിയുമില്ല, അല്ലെങ്കിൽ വേടനെതിരെ ഒരു കുറ്റം ചുമത്താനാവില്ല എന്നൊരു കേസ് വരികയാണെങ്കിൽ വേടൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. കാരണം വേടനെയും വേടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും പറ്റി മോശമായിട്ടും അതിലും ഏറ്റവുമൊക്കെ അങ്ങ് നീചമായിട്ടുള്ള രീതിയിലേക്കാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വേടൻ സ്വന്തം അമ്മയെ പോലും അല്ലെങ്കിൽ സ്വന്തം അനിയത്തിയെ പോലും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയെ പോലും ഇങ്ങനെ ഭോഗിക്കുന്നവൻ അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവനായിരുന്നു എന്ന് പറയുമ്പോഴേ അതൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യല്ലേ? എന്തെങ്കിലും സത്യമുള്ള കാര്യമാണെങ്കിൽ ഓക്കെ. ഇത് വെറുതെ ഒരു പരാമർശം നടത്തുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കുടുംബത്തിൽ ചേർത്തുകൊണ്ട് അല്ലെ അവൻ്റെ കുടുംബത്തിനെയും കൂടെ മുന്നിലേക്ക് വരച്ച് കാണിച്ചുകൊണ്ട് മോശമായിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടും ഒന്നുമെങ്ങും എത്തിയില്ല. അട്ടപ്പടലം മൂഞ്ചി. എന്തുകൊണ്ടാ? കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാം. ആ സത്യവും അല്ലെങ്കിൽ ആ പറയുന്ന ഒരു കാര്യവും ഈ നീതി എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ളതുകൊണ്ടേ നിങ്ങൾ പറയുന്ന പരിപാടികളോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ആളുകളോ ഒന്നും എങ്ങും എത്താൻ പോകുന്നില്ല. ആ വേടന് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സ്വീകാര്യത ഇനി കിട്ടാൻ പോവുകയാണ്. ഇത്രയും നാളും വേടൻ്റെ പരിപാടി കാണാൻ എത്തിയത് 50,000, 30,000, 40,000, 80,000, 1,00,000 ആളുകളാണെങ്കിൽ ഇനി അങ്ങോട്ട് കൂടാൻ പോവുകയാണ്. അതിൽ ഒരു സംശയവുമില്ല. വേടൻ്റെ പരിപാടി കാണാനായിട്ട് ഇപ്പോൾ കോന്നിയിലേക്ക് പരിപാടിക്ക് വരുന്നതാണ് അറിയുന്നത്. വേട്ടക്കാരൻ നാട്ടിലേക്ക് തീയിടാൻ ഇറങ്ങുന്നുണ്ട്. ആ തീയിലെല്ലാം വെന്ത് മരിക്കുന്നതിന് മുൻപ് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പരിപാടി നല്ല രീതിയിൽ നടത്താൻ പറ്റും എന്ന് പറയുന്നത് പോലെ വേടനെതിരെ സംസാരിക്കുന്ന സംഘികുട്ടന്മാർക്ക് ഇനി പൊള്ളാൻ പോവുകയാണ്. ഇവനെയൊക്കെ തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സ് പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്നോ. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു മറുപടിയുമായിട്ട് പുതിയ പാട്ടുകളുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ചോര തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ പറയുന്ന തീ കോരി എറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വേട്ടക്കാരൻ എത്തുന്നുണ്ടാ. നിൻ്റെയൊക്കെ കാര്യം ഓർക്കുമ്പോഴേ വല്ലാത്ത കഷ്ടമാണ്. ഇനി അടുത്ത വരികളിൽ കൂടി വേടം പാടുമ്പോൾ പിന്നെ എന്തൊക്കെയായിരിക്കും വിഷയങ്ങൾ. ഇപ്പോൾ പെണ്ണിനെ ഇറക്കി കളിച്ച് ഫൈനലായിട്ടുള്ള അതായിരുന്നു. ഇനി അടുത്തതിൽ എന്ത് ചെയ്യുമെന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് വരൂ ഏമാന്മാരെ അല്ലെ ചേട്ടന്മാരെ.